ഹായ് ഹലോ. അപ്പോൾ ഇതാ ഒരാൾ കാവടിൻ്റെ ഉള്ളിൽ പോകണുണ്ടല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകാം കേട്ടോ. അവിടെ ഒന്ന് അടിച്ചു വരെ തുടയ്ക്കാൻ വിചാരിച്ചൊന്ന് പോയി നോക്കണം. അപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ അച്ചമ്മ ഉണ്ടായിരുന്നു കേട്ടോ പകുതി ദൂരം വരെ. അച്ചമ്മയ്ക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി ഒന്ന് അങ്ങാടിക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അച്ചമ്മയൊക്കെ ഇറക്കി വിട്ടിട്ട് പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിലേക്ക് പോയി അതാ നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ എൻ്റെ പണിയായതിലേക്ക് കടന്നു കേട്ടോ. കാരണം നല്ല രീതിക്ക് മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പൊടിയും കാര്യങ്ങളൊക്കെ. നമ്മളെ അടുക്കള എന്ന് പറഞ്ഞാൽ ഗ്രില്ലിട്ട ടൈപ്പ് ആയതുകൊണ്ട് നല്ല പെട്ടെന്ന് ആ ഗ്രില്ലിലൊക്കെ വേഗം മാറാൽ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 10 ദിവസം ഇപ്പോൾ പൂട്ടിയിട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് വന്നപ്പോൾ തന്നെ അതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒന്നും മാറാൽ പിടിക്കാറില്ല കേട്ടോ. കാരണം നമ്മളെപ്പോഴും ക്ലീൻ ചെയ്ത് കൊണ്ടെടുക്കല്ലേ. അപ്പോൾ ജനലിലായാലും വാതിലിലായാലൊക്കെ നല്ല രീതിക്ക് പൊടി മാറാലൊക്കെ പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് കുറച്ച് റിലേറ്റീവ്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട് കാണാൻ വേണ്ടി വരിക കേട്ടോ. കാരണം നമ്മൾ ഹൗസ് വാമിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അപ്പോൾ കുറേ ദിവസമായി എന്നോട് പറയലാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം വരാം, വീട് കാണാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ വരുന്നത്. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ ടൈമിൽ തന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെത്തി ചായയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ റിച്ചൂട്ടൻ്റെ റൂമിൽ കയറിയിട്ട് അവൻ്റെ ടോയ്സിൽ മൊത്തം കളിയെന്ന് കേട്ടോ. കാരണം അവനും ഭയങ്കര ഇഷ്ടമായി. കാരണം കുട്ടികളൊക്കെ കണ്ടപ്പോഴേ, കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ അവരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ അവർ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി കേട്ടോ. ഒരു 2-3 മണിക്കൂറൊക്കെ നിന്നിരുന്നു കേട്ടോ. അപ്പോൾ റിച്ചൂട്ടിന് അവർ പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അമ്മ വാതിലൊക്കെ പൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത് അച്ഛമ്മ ഞാനൊരു മഞ്ചൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അമ്മ കല്യാണപ്പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ വന്നപ്പോൾ പായസം, പുളിയിഞ്ചി, അവിയൽ, സാമ്പാറൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് ഇങ്ങോട്ട് വയറ് നിറച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.